നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നൊരു ടോപ്പിക്കാണ് ഈ മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ ക്ലാസ് റൂം അസസ്മെന്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ എന്താ പറയുക, ക്ലാസ് റൂം അസസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ഫോർ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് ഒരു സ്റ്റുഡൻറ്റിനും ടീച്ചറിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നറിയണമെങ്കിൽ ക്ലാസ് റൂം അസസ്മെന്റ് വേണം. അതേപോലെ സ്റ്റുഡൻറ്റിന് തന്നെ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ആ കുട്ടിയെ നന്നായിട്ട്, നമ്മുടെ ഒരു അസസ്മെന്റ് ആ കുട്ടിയെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ബാധിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുവരെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താ, ഫൈനൽ എക്സാമിനേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ആനുവൽ എക്സാം മാത്രമാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ പല രീതിയിലുള്ള എക്സാംസും നടത്തുന്നുണ്ട്. അതേപോലെ പല രീതിയിലുള്ള എക്സാംസ് നടത്തുമ്പോൾ തന്നെ നമ്മൾ എന്തും ഫേസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒത്തിരി പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മളൊരു അസസ്മെന്റ് നടത്തുമ്പോൾ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് വേണം, എൻഷുർ ചെയ്യാൻ പറ്റണം. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഓക്കെ, ക്ലാസ് റൂം അസസ്മെന്റിൽ. അപ്പൊ അതിൽ 5 പോയിന്റ്സ്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിരിക്കുന്ന 5 പോയിന്റ്സ് ആണ്. എന്ത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ്, poor test quality, domain dependency, measurement issues and system issues. Okay. So commercialization of assessment എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ എന്താണ് നമുക്ക് പറ്റുന്നത്, അസസ്മെന്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി എന്തായി, കൊമേഴ്ഷ്യലൈസ്ഡ് ആയി അല്ലെ. ഒന്ന്, ഇത് ഉണ്ടാക്കുന്നവർ അതിനെ എന്തിനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റിനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഒത്തിരി ബൾക്ക്, എസ്പെഷ്യലി നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ബൾക്കായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പൊ ബൾക്കായിട്ട് ഉണ്ടാവുമ്പോൾ തന്നെ അതിൽ എന്തുണ്ടാവും, കുറെ മണിയൊക്കെ ഇൻവോൾവ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ടെസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിന് വേണ്ടി പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാവുന്ന വേറൊരു കാര്യമാണ് എന്ത്, നമുക്കിപ്പോ പല രീതിയിൽ മെറ്റീരിയൽസ് കിട്ടി തുടങ്ങി അല്ലേ. ഇപ്പൊ എഡ്യൂക്കേറ്റേഴ്സിന്റെ എന്താ പറയാ, ഇപ്പൊ ഗൈഡുകളായി, ബുക്കുകളായി, ഓൺലൈൻ മെറ്റീരിയലായി. പക്ഷെ ഇങ്ങനെ വരുമ്പം എന്താണ്, ചിലർക്ക് അത് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പൊ അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതിനെല്ലാം ആക്സസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേറ്റേഴ്സ് ആദ്യം, നമ്മുടെ ടീച്ചേഴ്സ് ആദ്യം കഷ്ടപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഇപ്പൊ പല ടൂൾസും ഉണ്ട് അല്ലെ. അതായത് ഓൺലൈനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ആ ഒരു ക്വാളിറ്റി ചിലപ്പോൾ മെയിൻറ്റെയിൻ, ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടീച്ചർ പിന്നെ അതിരുന്ന് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പം ഡിസൈൻ ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും സ്കോർ ചെയ്യുമ്പോഴും എല്ലാ പോയിന്റിലും എന്ത് വരുന്നുണ്ട്, മണി, കൊമേഴ്ഷ്യലൈസേഷൻ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. സോ അതാണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താ വരുന്നത്, ടീച്ചറിന്റെ കയ്യിൽ നിന്നുള്ള പവർ പോവുകയും പിന്നെ ഇക്വിറ്റി ഗ്യാപ്സ് കൊണ്ടുവരികയും ചെയ്യുകയാണ്. കാരണം അഫോർഡബിൾ, ആർക്കാണ് അഫോർഡബിൾ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ റിസോഴ്സസും കാര്യങ്ങളും കിട്ടുകയും അല്ലാത്തവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാ ഇക്വിറ്റി ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സൊല്യൂഷൻ എന്താ, ടീച്ചേഴ്സ് അവർ തന്നെ കുറച്ചുകൂടെ അസസ്മെന്റ് ഉണ്ടാക്കാനും ലോക്കൽ കരിക്കുലം ഡിപ്പെൻഡിങ് ആയിട്ട് ഉണ്ടാക്കാനും, പിന്നെ അതേപോലെ എന്താണ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ടൂൾസ്, അതായത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടൂൾസ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊമേഴ്ഷ്യലൈസേഷനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് എന്ത്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി. പുവർ ടെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റി ഓഫ് ദ ടെസ്റ്റ് ഇസ് നോട്ട് അപ് ടു ദ മാർക്ക് അല്ലെ. ഇപ്പൊ ക്വാളിറ്റി ഓഫ് ദ ടെസ്റ്റ് നോട്ട് അപ് ടു ദ മാർക്ക് പറഞ്ഞാൽ ഇപ്പം ടീച്ചേഴ്സിന് പൊതുവെ, പണ്ടത്തെ ടീച്ചേഴ്സിന് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടേണ്ടത്, അവർ കുറച്ചുകൂടെ ഡ്രിവൺ ആയിരുന്നു എന്ന് പറയാം. ഇപ്പം ടീച്ചേഴ്സിന്റെ കയ്യിൽ കുറെ കൂടെ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു നല്ല ടെസ്റ്റ് ഇടുക എന്ന് പറയുന്നത് എന്താണ്, ഇച്ചിരി മെനക്കേടുള്ള പണിയാണ് അല്ലേ. സോ ചിലപ്പം ഈ ടെസ്റ്റുകൾ പ്രോപ്പർലി പ്ലാൻഡ് അല്ല, ടീച്ചേഴ്സ് ഓവർലോഡഡ് ആണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഇല്ല, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സീരിയസ്നെസ് ഇല്ല. സോ ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, ചിലപ്പം ഓവർലോഡഡ് ആയ ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ടാവില്ല. സോ ടെസ്റ്റ് ക്വാളിറ്റി എന്തായി, അവിടെ പുവറായി അല്ലേ. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ഇത്ര വേണം, നമ്മൾ നേരത്തെ കണ്ടില്ലേ എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അത് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം, എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നോക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് പറ്റുന്നില്ല, ഇവിടെ എൻഷുർ ചെയ്യാൻ
കഴിയുന്നില്ല. അപ്പൊ യൂഷ്വലി എന്ത് വരുന്നുണ്ട്, കുറച്ച് MPCQ അതൊക്കെ എന്താ പറയാ റിമെമ്പറിംഗ് ലെവലായിരിക്കും, അല്ലെങ്കിൽ മെമ്മറൈസേഷൻ മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ അതിനെ എന്താ പറയാ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താ വരിക, ശരിക്കും നമ്മളൊരു ടെസ്റ്റ് കൊണ്ട് എന്താണോ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ നമുക്ക് എന്ത് കിട്ടില്ല, റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ പെട്ടെന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരികയും കാണാത്തൊരു ക്വസ്റ്റ്യൻ വരികയൊക്കെ ചെയ്താൽ സ്റ്റുഡൻസ് എന്താവും, സ്ട്രെസ്ഡ് ഔട്ട് ആവും അല്ലെ. അപ്പൊ അതിന് നമുക്ക് പരിഹാരം എന്താണ്, ഒന്നുകിൽ നമുക്ക് പൈലറ്റ് ടെസ്റ്റിംഗ് നടത്താം. പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പൊ അവിടെ തന്നെ നമുക്ക് അറിയാം ഇത് ഔട്ട് ഓഫ് സിലബസ് ആണോ, ഈ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നോ, ഈ ക്വസ്റ്റ്യൻ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ തന്നെ നമുക്ക് അറിയാം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് നമുക്ക് എന്ത് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം. എങ്ങനെയായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, അതിന്റെ റൂബ്രിക്സ് എങ്ങനെയായിരിക്കണം, അതിന്റെ ബ്ലൂ പ്രിന്റ് എങ്ങനെയായിരിക്കണം എന്ന രീതിയിൽ നമുക്ക് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങും കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡൊമൈൻ ഡിപെൻഡൻസി. ഡൊമൈൻ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഡൊമൈൻ ഡിപെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അസസ്മെന്റ് പ്രോഗ്രാം അസസ്മെന്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ കണ്ടു, എഫക്റ്റീവ് ഡൊമൈനിലുള്ള ടെസ്റ്റുകളുണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. പക്ഷെ യൂഷ്വലി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്, കോഗ്നിറ്റീവ് ഡൊമൈനെയാണ് അല്ലേ. അപ്പം അത് കുറച്ചുകൂടെ എങ്ങോട്ട് ഓറിയന്റഡ് ആണ്, അക്കാഡമിക് സക്സസിലേക്കും അല്ലെങ്കിൽ എന്ത് കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിൽ അറിയാം എന്നുള്ളതിലേക്കൊക്കെ ഒരു ഓറിയന്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ഓവറോൾ അസസ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ നമ്മുടെ അസസ്മെന്റ് എങ്ങനെയായിരിക്കണം, ഡൊമൈൻ സ്പെസിഫിക് ആണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് നന്നായിട്ട് ആ ഡൊമൈനിൽ ഒരു നോളജും ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നാലേ ഒരു പെർട്ടിക്കുലർ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോപ്പറായിട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പം എല്ലാ ഡെവലപ്മെന്റ് ഡൊമൈനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ട്, ടീച്ചറിന് ഏത് ഡൊമൈനാണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഡൊമൈനിൽ നല്ലൊരു നോളജ് ലെവലും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ അഫക്റ്റീവ് ഡൊമൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നതിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ സൈക്കോളജിസ്റ്റോ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടെ അതിന് ഒത്തന്റിസിറ്റി വരും. ഓക്കെ, സോ അങ്ങനെ ഒരു ഡൊമൈൻ്റെ പ്രശ്നവും വരുന്നുണ്ട്. അപ്പൊ കരിക്കുലം എന്താ ഡൗൺ ആവും. അതേപോലെ ഫുൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് കുട്ടികളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ രീതിയിലുള്ള അസസ്മെന്റുകൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. പോർട്ട്ഫോളിയോ അസസ്മെന്റും അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഒബ്സർവേഷൻ മെത്തേഡ്സും അങ്ങനെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്ലസ് നമുക്ക് എന്നും കൂടെ ആഡ് ചെയ്യാം, പിയർ അല്ലെങ്കിൽ സെൽഫ് റിവ്യൂസും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായി, ഒരു ഓവറോൾ അസസ്മെന്റ് അവിടെ പോസിബിൾ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, മെഷർമെന്റ് ഇഷ്യൂസ്. മെഷർമെന്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷണൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയുണ്ട്, ഡിസൈനിങ് ഉണ്ട് അല്ലെ. അതായത് നമ്മൾ എല്ലാത്തിന്റെയും എവിഡൻസ്, നമ്മൾ പറയുന്ന കാര്യത്തിന്റെ എവിഡൻസ് ഗ്യാദർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. അതേപോലെ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആക്ടും ചെയ്യണം. അപ്പം ഈ ഒരു മെഷറിങ്ങിൽ തന്നെ എന്ത് വേണം, ഒരു പ്രോപ്പർ മെത്തേഡ് വേണം, പ്രോപ്പർ വേ വേണം. അപ്പൊ ഈ ഒരു മെഷറിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാവും, ആ ഒരു പ്രോപ്പർ അസസ്മെന്റ് അവിടെ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഹിസ്റ്ററി ടെസ്റ്റ്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഹിസ്റ്ററി ടെസ്റ്റിൽ നമ്മൾ വെറും ഡേറ്റ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ, മെമ്മറൈസേഷൻ മാത്രമേ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ആ ഹിസ്റ്ററി സമയത്ത് എന്ത് സംഭവിച്ചു, അതിന്റെ ഇന്നത്തെ ഇമ്പാക്റ്റ് എന്താണ് എന്ന രീതിയിലൊക്കെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ക്വസ്റ്റ്യനെ അനാലിസിസും സിന്തസിസും എന്ന രീതിയിലൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ സർഫസ് ലേണിങ്ങും അൺഫെയർ കമ്പാരിസൺസും ആണ് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കും പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റൂബ്രിക്സും ഒക്കെ കൊടുത്താൽ ഈ ഒരു മെഷർമെന്റ് ഇഷ്യൂസ് നമുക്ക് ഒരു പരിധി വരെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്, സിസ്റ്റം ഇഷ്യൂസ്. സിസ്റ്റം ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ വളരെയധികം എന്താണ്, ഫോക്കസ്ഡ് ആണ് അസസ്മെന്റ് അല്ലെ. ഫോക്കസ്ഡ് ഇൻ ദ സെൻസ് എന്താ, അസസ്മെന്റിൽ എപ്പോഴും എന്ത് വേണം, ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നടക്കണം. ഓക്കെ, അതേപോലെ ഇന്ന എക്സാംസ് നടക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഇന്ന രീതിയിൽ നടക്കണം, ഇത്ര കമ്പ്യൂട്ടറിൽ നടക്കണം എന്നൊക്കെ വരുമ്പോൾ ചില സ്കൂൾസിൽ എന്തുണ്ടാവും, ഇത്രയും റിസോഴ്സസ് കാണില്ല അല്ലെ. അങ്ങനെ വരുമ്പോഴോ ആ സ്കൂൾസിന് ഇത് പ്രോപ്പറായിട്ട് നടത്താൻ കഴിയുന്നുണ്ടാവില്ല. ഇപ്പൊ മോഡേൺ അസസ്മെന്റിലാണ് യൂഷ്വലി കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സ്പീഡും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും,
അസസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫീഡ്ബാക്ക് ഡിലേഡ് ആവും, അല്ലെങ്കിൽ റൂറൽ സ്കൂൾസിനൊന്നും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവില്ല, ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ടെക്നോളജി കാരണം അവർ അസസ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കാതിരിക്കും. സോ ഇങ്ങനെ കുട്ടികൾ എന്താവും, ഡീമോട്ടിവേറ്റഡ് ആവും. അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആവുന്നവർക്ക് എന്തുണ്ടാവും, അവരെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സിസ്റ്റം ഇഷ്യൂസ് കാരണം വരാം. സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് ഡീസെൻട്രലൈസ്ഡ് ആക്കാം. അപ്പൊ ടീച്ചറിന് ഫ്ലെക്സിബിലിറ്റി കിട്ടും, എങ്ങനെ ചെയ്യണം, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് സാധനങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ടീച്ചറിന് തന്നെ നടത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹൈബ്രിഡ് മോഡലിലും നടത്താം. രണ്ടും വേണം അല്ലെ, രണ്ടു തരം ടെസ്റ്റിംഗ് നടത്തിയാൽ രണ്ടുപേർക്കും ഒരുവിധം എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടാവും. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്തത് മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി, തേർഡ് ഡൊമൈൻ ഡിപെൻഡൻസി, ഫോർത്ത് മെഷർമെന്റ് ഇഷ്യൂസ്, ആൻഡ് ഫിഫ്ത് വൺ വാസ് സിസ്റ്റം ഇഷ്യൂസ്. ഓക്കെ, സോ ഇത് നമ്മുടെ തേർഡ് യൂണിറ്റിന്റെ ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ്.